ഹായ് ഗൈസ്. സോ എല്ലാവർക്കും ആദ്യം തന്നെ ടീം സൃഷ്ടിയുടെ വളരെ ഹാപ്പി ന്യൂ ഇയർ പറയാം. ഓക്കെ, നിങ്ങൾ റെഡിയാണോ നമ്മുടെ 24 റീക്യാപ്പിലേക്ക്? അപ്പം ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരും പേടിക്കേണ്ട, നിങ്ങളുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇസ് സേഫ് വിത്ത് ടീം സൃഷ്ടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ്സ് ഉണ്ടാകും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഓൾസോ ബെൽ ബട്ടൺ അമർത്തണം, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ആൻഡ് വിൽ സ്റ്റാർട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, UAE-യിൽ ഇന്ത്യ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രത്യേക വ്യാപാര മേഖല ഏത്? ആൻസർ വരുന്നത് ഭാരത് പാർക്ക്. ഒന്നും കൂടി പറയാം, ആൻസർ വരുന്നത് ഭാരത് പാർക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത 5ാമത്തെ രാജ്യം ഏതാണ്? ആൻസർ ജപ്പാൻ. ക്വസ്റ്റ്യൻ നമ്പർ 3, 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഏത്? ആൻസർ ഇഷ. ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഇഷ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഗോത്ര വനിത ആര്? ആൻസർ ലില്ലി ഗ്ലാഡ്സ്റ്റൺ. ക്വസ്റ്റ്യൻ നമ്പർ 5, 12ാമത്തെ ബുദ്ധമത സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? ആൻസർ ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 6, ഇന്ത്യയിൽ ആദ്യമായി മെറൈൻ എലൈറ്റ് ഫോഴ്സിന് രൂപം നൽകിയ സംസ്ഥാനം ഏത്? ആൻസർ വരുന്നത് തമിഴ്നാടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഇന്ത്യയിൽ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഹൗറ മെട്രോ സ്റ്റേഷൻ. ഈ ഹൗറ മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? എങ്കിൽ കമൻറ്റ് ബിലോ. ക്വസ്റ്റ്യൻ നമ്പർ 8, വേൾഡ് സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 10. ക്വസ്റ്റ്യൻ നമ്പർ 9, ശൈശവ വിവാഹത്തെ തടയാൻ വേണ്ടി വനിതാ ശിശു വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ഏത്? പൊൻവാക്ക്. പദ്ധതിയുടെ പേരാണ് പൊൻവാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10, 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആരാണ്? ആൻസർ സാറ ജോസഫ്. ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ആയി. നമുക്ക് നാളെ കാണാം. ബൈ. സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഞ്ജന ഫ്രം ടീം സൃഷ്ടി. ബൈ.